إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم وإياي أولا بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى أيضا ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വ പാലിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ്. അതായത് തിന്മകൾ എത്ര തന്നെ വേണ്ട എന്ന് വെക്കുകയാണെങ്കിലും തിന്മകൾ കാണേണ്ടി വരുന്ന, തിന്മകൾ കേൾക്കേണ്ടി വരുന്ന, ഒരുപക്ഷെ തിന്മകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കൈകളിലുള്ള ഉപകരണങ്ങൾ തന്നെ പല തിന്മകളിലേക്കും കൊണ്ടെത്തിക്കുന്ന ഉപകരണങ്ങളൊക്കെയാണ്. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ TV ചാനലുകൾ, ഒരുപാട് അനാവശ്യ ചാനലുകളും, അതുപോലെ തന്നെ
ഈ മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ, അള്ളാഹു വിലക്കിയിരിക്കുന്ന ഒരുപാട് തിന്മകൾ അതിൽ നിറഞ്ഞിരിക്കുകയാണ്. നന്മകൾ ഉള്ളതിനോടൊപ്പം തന്നെ ഒരുപാട് തിന്മകളും അതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ്. തിന്മകളൊക്കെ നമ്മുടെ കൈ പന്തിൽ തന്നെ ഉള്ള ഒരവസ്ഥയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ നാം തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്നത് നാം ഏകാന്തതയിലായിരിക്കുമ്പോഴാണ്, നാം ഒറ്റക്ക് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് തിന്മകൾ ചെയ്യാൻ തോന്നുക. ആരുമില്ല, ഞാൻ റൂമിൽ ഒരുത്തനാണ്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും കാണുന്നില്ല, ആരും അറിയാൻ പോകുന്നില്ല എന്ന ഒരു ചിന്താഗതി ഉണ്ടായിത്തീരുമ്പോൾ ഞങ്ങൾ തിന്മകളിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ്. പലപ്പോഴും അങ്ങനെയാണ് തിന്മകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരുന്നത് എങ്കിൽ നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഒറ്റക്ക് എന്ന് പറയുന്ന ഒരു സന്ദർഭം, ഒരു സാഹചര്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എത്ര ഒറ്റക്കാണെങ്കിലും, ഒറ്റക്കായി ഒരു റൂമിൽ ഞങ്ങൾ മൊത്തം എല്ലാ വാതിലുകളും അടച്ചു പൂട്ടിയാൽ പോലും വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം 5 പേരുണ്ട്. നിങ്ങൾ എത്ര ഒറ്റക്ക് ഒരു മുറിയിൽ കിടന്നാലും നിങ്ങളോടൊപ്പം 5 പേരുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്നാമതായി ലോകസൃഷ്ടാവായ നാഥനായ അള്ളാഹു നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളോടൊപ്പം ഏത് സമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറ മുജാദലയുടെ ആയത്താണ്. അലം തറ, താങ്കൾ കണ്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു, അവൻ അറിയുന്നു, മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതും വമാ ഫിൽ അർദി, ഭൂമിയിലുള്ളതും എല്ലാം അവൻ അറിയുന്നു. മാ യകൂനു മിൻ നജ്വാ സലാസ, 3 ആളുകൾ ഉണ്ടാവുകയില്ല രഹസ്യ സംഭാഷണം നടത്തുന്നവരായി. ഇല്ലാഹു റാബിഉഹും, 4ാമതായി അവനോടൊപ്പം അല്ലാഹ് ഉണ്ടായിട്ടല്ലാതെ. 3 ആള് രഹസ്യ സംഭാഷണം നടത്തുകയാണ്. ചുറ്റുപാട് നോക്കുമ്പോൾ ആരുമില്ല, അവർ 3 പേര് മാത്രമാണ്. ഉറപ്പിച്ച് പറയാം, ഞങ്ങൾ 3 ആളല്ലാതെ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ തീർമാനിക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇല്ലാഹു റാബിഉഹും, 4ാമത്തെ ഒരുത്തനുണ്ട്. അല്ലാഹ് പറയാണ്, അവനാണ് ഇല്ലാഹു റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാഹു സാദിസുഹും. 5 ആളാണ് അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നത് എങ്കിൽ ഇല്ലാഹു സാദിസുഹും, അവരോടൊപ്പം 6ാമതായി അല്ലാഹു ഉണ്ടായിട്ടല്ലാതെ. വലാ ഖംസത്തിൻ ഇല്ലാഹു സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക് വലാ അക്തറ ഇല്ലാഹു മഅഹും ഐനമാ കാനൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതൊരു കണക്കാ പറഞ്ഞത്. ഇനി 6ഓ 7ഓ 8ഓ 9ഓ അല്ലെങ്കിൽ 1ഓ 2ഓ ആരാണെങ്കിലും എത്രയാണെങ്കിലും, എത്ര മുകളിലേക്ക് പോയാലും എത്ര താഴോട്ട് വന്നാലും നിങ്ങളോടൊപ്പം അല്ലാഹ് ഉണ്ടായിട്ടല്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് കഴിച്ചുകൂട്ടാൻ കഴിയുകയില്ല. ഐനമാ കാനൂ, എവിടെയാണെങ്കിലും. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവാണ്. മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ശത്രുക്കൾ ഹിജ്റ പോകാതിരിക്കുവാൻ, പ്രവാചകരെ തടയുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒളിഞ്ഞുകൊണ്ടാണ് പ്രവാചകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹിജ്റ പോകുന്നത്. അങ്ങനെ അവർ ഒരു ഗുഹയിൽ പോയി അവിടെ താമസിക്കുകയാണ്. ശത്രുക്കൾ പിന്നാലെ ഇവരെയും തേടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവർ അന്വേഷിച്ചുകൊണ്ട് ആ ഗുഹയുടെ ചുറ്റുഭാഗത്തും അന്വേഷിക്കുകയാണ്, കരയുകയാണ്. അവരുടെ കാൽപാദം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരും ആ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നോക്കണം.
അവർ തടയുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഒന്ന് അവർ കുനിഞ്ഞു നോക്കിയാൽ നിങ്ങളെ കാണും. ഒന്നവർ കുനിഞ്ഞ് ഈ ഗോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഞങ്ങളെ കാണും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി സൂറ തൗബയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഖാല ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. തന്റെ കൂട്ടുകാരനോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ദുഃഖിക്കണ്ട, ഞങ്ങളോടൊപ്പം അള്ളാഹുണ്ട്. ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളോടൊപ്പം അള്ളാഹുണ്ട്. അള്ളാഹു ഇത് കാണുന്നുണ്ട്. ശത്രുക്കൾ അന്വേഷിക്കുന്നതും തെരഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ റബ്ബ് അറിയുന്നുണ്ട് എന്ന് അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൂറ തൗബയിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ഏതൊരു കർമ്മം എന്താണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും അത് ഞാൻ ഒറ്റക്കാണ് എന്ന ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാനില്ല. നമ്മോടൊപ്പം അള്ളയും ഉണ്ട്. അതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് അള്ളാഹ് അറിയുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിന്മ ചെയ്യാൻ കഴിയുമോ? നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? നമ്മൾ വീട്ടിൽ എൻ്റെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, എല്ലാവരും ഇരിക്കുമ്പോൾ ഞങ്ങൾ തിന്മ ചെയ്യും. നമ്മൾ തിന്മ ചെയ്യൂല. എല്ലാവരും ഉണ്ട്, അവരറിയും, അവരെന്ത് പറയും, എന്ത് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോടൊപ്പം ഉള്ളത് ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ കഴിയുമോ? ഒരു സത്യവിശ്വാസി എപ്പോഴും അള്ളാഹിനെ ഓർക്കുന്നവനാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവനാണ്, അവന്റെ മനസ്സിലുള്ളത് റബ്ബാണ്. അപ്പൊ അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള തിന്മകൾ ഉണ്ടാകാൻ കഴിയുകയില്ല. രണ്ടാമനായി അവരോടൊപ്പം ഉള്ളത് ശൈത്താനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ശൈത്താൻ നന്മക്ക് വേണ്ടിയല്ല ഞങ്ങളോടൊപ്പം കൂടുന്നത്, ഒരിക്കലുമില്ല. ശൈത്താൻ ഞങ്ങളോടൊപ്പം കൂടുന്നത് ഞങ്ങളെ തിന്മകൾ ചെയ്യിപ്പിക്കാനാണ്. എങ്ങനെയെങ്കിലും തിന്മകൾ ചെയ്യിപ്പിക്കാൻ എങ്ങനെയെങ്കിലും കഴിയുമോ എന്ന പരിശ്രമമാണ്. അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തവനാണ്, فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അവൻ പറഞ്ഞു റബ്ബിനോട്, ഞാൻ അവരുടെ സിറാത്ത് പാലത്തിൽ ഇരിക്കുക തന്നെ ചെയ്യും. അവരുടെ മുമ്പിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതു ഭാഗത്തിലൂടെയും അവരുടെ ഇടത് ഭാഗത്തിലൂടെയും എല്ലാ ഭാഗങ്ങളിലും വന്നുകൊണ്ട് അവരെ തിന്മ ചെയ്യാൻ ഞാൻ അവരെ പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കും. അവരെ അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഇബ്ലീസ് റബ്ബിനോട് പ്രതിജ്ഞ ചെയ്തതായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ആ പ്രതിജ്ഞയുടെ തുടക്കമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വന്നുകൊണ്ട് നല്ല ഒരു ഉപദേശകനായി വന്നുകൊണ്ട് പറഞ്ഞു, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ഞാൻ നിങ്ങൾക്ക് നല്ല ഒരാളായിട്ട് ഗുണകാംക്ഷയുള്ള ഒരു ഉപദേശകനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പഴം കഴിക്കണ്ട എന്ന് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ കഴിച്ചാൽ ഈ സ്വർഗത്തിൽ കാലാകാലം കഴിയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹ് കഴിക്കണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോളും, ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാൻ വന്നതാ. ഇനി കഴിച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താകേണ്ടി വരും. ഇല്ലാം തക്കൂന മലക്കൈനോ തക്കൂന മിനൽ ഖാലിദീൻ. നിങ്ങൾ കാലാകാലൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പഴം കഴിച്ചോളൂ. അള്ളാഹ് കഴിക്കണ്ട എന്ന് പറഞ്ഞ ആ പഴത്തെ കഴിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്ത വലിയ ഒരു ഉപദേശം വിശുദ്ധ ഖുർആൻ സൂറ അഅറാഫിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അവന്റെ ഉപദേശം അങ്ങനെയാണ്, ഒരു തിന്മ ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എന്ന രീതിയിൽ അവിടുന്ന് ചെയ്താൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ്. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് തോന്നും, ചെറിയ ചെറിയ തിന്മകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഞാൻ കുറെ നന്മകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിസ്കാരമൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്, സദഖകൾ കൊടുക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളൊക്കെ ധാരാളമായി ചെയ്യുന്നുണ്ട്, ഖുർആൻ പാരായണമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വല്ല തിന്മകൾ എന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹ് പൊറുക്കും, അത് വലിയൊരു വിഷയമല്ല എന്ന ഒരു ചിന്താഗതി അത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട്, യാ ആയിഷ ഇയ്യാകി വമുഹഖിറാത്തുൽ ദുനൂബ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സൂക്ഷിക്കണം
അവിടുന്ന് നിസ്സാരമായിട്ടിരിക്കുന്ന പാപങ്ങളെ നീ സൂക്ഷിക്കണം. നിസ്സാരമായി തോന്നുന്ന ചെറിയ ചെറിയ പാപങ്ങളല്ലേ എന്ന് വിചാരിക്കുന്ന ആ തിന്മകളെ നീ സൂക്ഷിക്കണം. അതിനും ഒരു വിചാരണയുണ്ട്, നമ്മളിപ്പോ ഉദാഹരണമായി പറയുന്നത് ഗീബത്ത്, നമീമത്ത്, പരിഹസിക്കൽ, അതുപോലെ തന്നെ ചീത്ത പറയൽ, അതുപോലെ തന്നെ ശപിക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിസ്സാരമായി കാണുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അതിന് പതിവായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ലാഹു വളരെ ഗൗരവത്തോടാണ് വിശുദ്ധ ഖുർആൻ സൂറ ഹുജറാത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നിസ്സാരമല്ല, അത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിസ്സാരമാക്കി കാണിക്കുന്നത് ശൈത്താനാണ്. ശൈത്താൻ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ശൈത്താൻ നിങ്ങളെ അവിടുന്ന് എല്ലാ നിലക്കും ദാരിദ്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു, മോശമായ കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ദാരിദ്ര്യം, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അവൻ പറയും കൊടുത്താൽ തീരും, നിന്റെ പണം കുറഞ്ഞു, എന്തിനാ കൊടുക്കുന്നത്? ഇത് ശൈത്താനാണ് തോന്നിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത് ശൈത്താന്റെ ഭാഗത്ത് നിന്നാണ്. അതുപോലെ തന്നെ അവൻ അവിടുന്ന് മോശമായ കാര്യങ്ങളാണ് നമുക്ക് തോന്നിപ്പിച്ച് തരുന്നത്. അപ്പോൾ രണ്ടാമതായി നമുക്ക് നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താൻ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. മൂന്നാമതും നാലാമതായി ഞങ്ങളോടൊപ്പം ഉള്ളത് റഖീബും അതീതുമാണ്. അതായത് ഞങ്ങളുടെ കാവൽക്കാരെ പോലെ എവിടെ പോയാലും ഞങ്ങളോടൊപ്പമുള്ള, എവിടെ പോയി ഇരുന്നാലും, എവിടെ പോയി സംസാരിച്ചാലും, ഞങ്ങൾ സംസാരിച്ചാൽ എഴുതി വെക്കുന്ന, ഞങ്ങൾ നോക്കിയാൽ എഴുതി വെക്കുന്ന, ഞങ്ങൾ ചെയ്താൽ എഴുതി വെക്കുന്ന, ഞങ്ങൾ കേട്ടാൽ എഴുതി വെക്കുന്ന, എല്ലാത്തിനെയും എഴുതി വെക്കുന്ന കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫഅലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മാന്യന്മാരായ എഴുത്തുകാരാണ് അവർ. കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ എന്ത് ചെയ്താലും എഴുതി വെക്കും. എന്ത് എന്ന് പറഞ്ഞാൽ മാ യൻഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരു ലഫ്ളും അവർ എഴുതി വെക്കാതെയില്ല. നിങ്ങളുടെ വായിൽ നിന്ന് എന്തൊക്കെ വരുന്നുവോ അതൊക്കെ അവർ രേഖപ്പെടുത്തി വെക്കുന്നവരാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തി വെക്കും. നാളെ പരലോകത്ത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെയും നരകത്തെയും അവിടുന്ന് തീരുമാനിച്ചതിന് ശേഷം സ്വർഗവാസികളായ സത്യവിശ്വാസികൾക്ക് അവരുടെ വലത് കൈയിൽ ഗ്രന്ഥം നൽകും, ഇടത് കൈയിൽ അവിശ്വാസികൾക്ക് ഗ്രന്ഥം നൽകും. അപ്പോൾ ആ സന്ദർഭത്തിൽ സത്യവിശ്വാസി പറയും, എന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതും എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം പോലും വിട്ടുപോയിട്ടില്ല, ഒരു കാര്യം പോലും, ഒരു നന്മ പോലും വിട്ടുപോയിട്ടില്ല, ഒരു തിന്മ പോലും വിട്ടുപോയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ത്രാസിലും കാണും, അവിടെ ഗ്രന്ഥത്തിലും കാണും. അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ത്രാസിലും കാണും, അവിടെ ഗ്രന്ഥത്തിലും കാണും. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കും. അതിനുവേണ്ടി രണ്ട് മലക്കുകൾ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമനായി ഞങ്ങളിലേക്ക് കടന്നു വരുന്ന ആള് മലക്കുൽ മൗത്താണ്. ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് മലക്കുൽ മൗത്താണ്. ഈ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയം അല്ലാഹു പറഞ്ഞു തന്നിട്ടില്ല. നീ വീട്ടിൽ ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങുമ്പോഴാണ് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നിന്നെ പിടിച്ചോണ്ട് പോവാ എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഒരു പക്ഷെ കിടന്നുറങ്ങുമ്പോൾ ആയിരിക്കാം, ഒരു പക്ഷെ നീ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിലായിരിക്കാം, ഒരു പക്ഷെ നീ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കാം, ഒരു പക്ഷെ നീ നല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന മൈതാനത്തിൽ വരെ ഇന്ന് പലരെയും
റൂഹ് പഠിക്കുന്ന അവസ്ഥകൾ ഞങ്ങൾ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം. ഒരുപാട് പേർ കളിക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അല്പം പോലും എൻ്റെ മരണം ഈ സമയത്ത് നടക്കും എന്ന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ വരെ ഞങ്ങളുടെ മരണം വന്നു വരും. തീർച്ചയായും ഒരൊറ്റ നഫ്സിന് പോലും അറിഞ്ഞുകൂടാ എന്റെ മരണം എവിടെയാണ്. ആർക്കെങ്കിലും അറിയാം എന്റെ മരണം എവിടെയാണ് എന്ന് ഒരാൾക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹ് തീരുമാനിച്ച സ്ഥലം അത് എവിടെയാണ്? ഒരുപക്ഷെ ഈ നാട്ടിലല്ല, പുറം നാട്ടിലാണെങ്കിൽ അവിടത്തേക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഖുർആൻ പാരായണത്തിലാണോ, ഞങ്ങൾ നമസ്കാരത്തിലാണോ, ഞങ്ങൾ സൽക്കർമ്മങ്ങളിലാണോ, ഞങ്ങൾ അതല്ല വല്ല തിന്മകളിലാണെങ്കിലോ മലക്കുൽ മൗത്ത് വരുന്നത് ആ സമയത്ത് ഞങ്ങൾ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിലോ വലൈസതി തൗബത്തുൽ ലല്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ. ഒരു തൗബ ചെയ്യാനുള്ള സമയം പോലും അവന് കിട്ടാതെയാണ് മരിക്കുന്നത് എങ്കിൽ അവൻ കാഫിറായിട്ടല്ലാതെ മരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അതിനുള്ള സന്ദർഭം പോലും ലഭിച്ചിട്ടില്ല എങ്കിൽ കാഫിറായിട്ടല്ലാതെ മരിക്കുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം, ഞങ്ങളോടൊപ്പം എപ്പോഴും എല്ലാവരും ഉണ്ട്. ഞാൻ ഒറ്റക്കല്ല, എന്നെ വീക്ഷിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അത് അല്ലാഹുവിനെ കുറിച്ച് പേടിച്ച് ഭയത്തോടുകൂടി അവിടുന്ന് ആയിരിക്കണം. ഒരിക്കലും തിന്മയിലേക്ക് പോകാതെ നന്മകൾ ചെയ്യാൻ, കൂടുതലായി നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈൻ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله نحمده ونصلي على رسوله الكريم أوصيكم وإياي ثانيا بتقوى الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഒന്നും കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി ഖുർആൻ പഠിക്കുവാൻ ഉള്ള യോജനകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് പഠിക്കുവാനുള്ള ശ്രമങ്ങൾ നാം ഓരോരുത്തരും നടത്തേണ്ടതാണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നത്. നാം പഠിക്കേണ്ടവരാണ്. യഹൂദികളെ പോലെ, ക്രിസ്ത്യാനികളെ പോലെ അവരുടെ ഗ്രന്ഥത്തെ അവർ പരിഗണിക്കാതെ, അവർ തിരിഞ്ഞു കളഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപമിച്ചത് അവിടുന്ന് കഴുതയോടാണ്. മസലല്ലദീന ഹമ്മിലു തൗറാത്ത്, അതായത് തൗറാത്തിനെ ചുമന്നതായ ആളുകൾ, സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ, കഴുതകളെ പോലെയാണ് എന്ന് അവരെ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ഖുർആൻ പഠിക്കണം. ഖുർആനിന്റെ അർത്ഥത്തോടുകൂടി ഞങ്ങൾ ഖുർആനിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഖുർആൻ പഠിക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായി പള്ളിയിലേക്ക് ജുമായുടെ ദിവസം വരുമ്പോൾ ഏറ്റവും വേഗത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വേഗം വിളിച്ചത്. നമ്മളെ വേഗം വരണമെന്ന് വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ. നിങ്ങൾ വേഗം വരും. അല്ലാഹു വിളിക്കുകയാണ് ഞങ്ങളെ, നിങ്ങൾ പെട്ടെന്ന് വരും, നിങ്ങൾ താമസിപ്പിക്കേണ്ട. കാരണം ഈ പെട്ടെന്ന് വരുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ട്. അല്ലാഹു പറയാണ്, ആ വരുന്നതിൽ ഇവിടെ ഇരിക്കുന്ന ആ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് നന്മയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എന്ത് കച്ചവടം എന്തുണ്ടെങ്കിലും അതൊക്കെ പൂട്ടി എല്ലാം നിർത്തിവെച്ചു വാ, നിങ്ങൾക്കത് ഉത്തമമാണ്.
അതിലെന്ത് നന്മയാണ്? ഞങ്ങൾ കാണാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ കണ്ണിൽ അത് കാണുമെങ്കിൽ പരലോകത്തിലെത്തണം. അവിടെയാണ് അത് കാണിക്കുന്നത്. ഇവിടെ കാണാത്തത് കൊണ്ട് അതിന്റെ നന്മ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതും വേഗം വരാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ മറ്റ് രോഗികളും, ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രോഗികളുണ്ട്, അതുപോലെ തന്നെ കിഡ്നി തകരാറായിരിക്കുന്ന രോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ രോഗം പരിപൂർണമായി ശിഫ നൽകി, ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആരോഗ്യത്തിന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിലും പലരും ഉണ്ടായേക്കാം. അല്ലാഹു ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കുവാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما سبحانك فقنا عذاب النار آمين برحمتك يا أرحم الراحمين.